എന്റെ സഹോദരന്മാരോട് ഞാനൊരു വിഷയം ഉണർത്തട്ടെ. ഇന്ന് വാഹനം ഉപയോഗിക്കാത്ത ആളുകൾ വളരെ കുറവാണ്. ഏത് വീട്ടിലും ഒരു കാറുണ്ട്, ഇല്ലെങ്കിൽ ഒരു വാഹനമുണ്ടോ? ഇന്ന് പല ആളുകളും ബഹുമാന പുരസ്സരം ചെയ്യുന്നൊരു പണിയുണ്ടോ? തന്റെ വാഹനത്തിന്റെ പിന്നിൽ ഇതാ എഴുതി വെക്കുകയാണ്, മാഷാ അല്ലാഹ് തവക്കൽതു അലല്ലാഹ് ഹാദാ മിൻ ഫളില്ലാഹ്. ഇങ്ങനെയുള്ള നല്ല നല്ല വാക്യങ്ങളോ വാഹനത്തിന് മുകളിൽ എഴുതി വെക്കുന്നൊരു സ്വഭാവമുണ്ടോ? മോനെ, ഒരുപക്ഷേ നീ വലിയ ബഹുമാനത്തോടെ എഴുതി വെക്കുകയാണോ? എന്നാൽ അത് ബഹുമാനിക്കപ്പെടുന്നതിനേക്കാളും കൂടുതൽ അപമാനിക്കപ്പെടാനുള്ള കാരണമാണ് കേട്ടോ. നിന്റെ വാഹനത്തിന്റെ പുറത്ത് മാഷാ അല്ലാഹ് എന്ന് എഴുതിയാൽ, തവക്കൽതു അലല്ലാഹ് എന്ന് എഴുതിയാൽ, മിൻ ഫളില്ലാഹ് എന്ന് എഴുതിയാൽ, ആ വാഹനം കൊണ്ട് നീ എവിടെയൊക്കെയാ സഞ്ചരിക്കാറുള്ളത്? ആ എഴുത്തിന്റെ മുകളിലേക്ക് പൊടിപടലങ്ങളെ പാറി വന്ന് നീക്കൂലേ? അതിന്റെ മുകളിലേക്ക് പക്ഷി കാഷ്ടിക്കുകയില്ലേ? മഴവെള്ളം വരുമ്പോ എന്തൊക്കെ മാലിന്യങ്ങളാ അതിന്റെ മുകളിൽ വന്ന് വീഴാറുള്ളതോ? അതുപോലെ നീ ആ വണ്ടി കഴുകുന്ന അവസരത്തിലോ എന്തൊക്കെയാണ് അതിൽ ഉപയോഗിക്കാറുള്ളതോ? ഇങ്ങനെ അപമാനിക്കപ്പെടാനുള്ള കാരണമാണ് കേട്ടോ. അതുകൊണ്ടോ ഒരുപക്ഷെ ബഹുമാനമാണെന്ന് മനസ്സിലാക്കി എഴുതി വെക്കുന്ന എഴുത്തുകളുണ്ടല്ലോ. ഈമാനുള്ള ചെറുപ്പക്കാരാ, അത് ഒഴിവാക്കലാണ് നല്ലത് കേട്ടോ. തഅ്ളീമു മാ അല്ലമല്ലാഹ് വതഹ്ഖീറു മാ ഹഖറല്ലാഹ്. മാഷാ അല്ലാഹ്, അത് നല്ല ബഹുമാനമുള്ള വാക്കാണ്. സുബ്ഹാനല്ലാഹ്, അത് ബഹുമാനമുള്ള സ്ഥലത്ത് എഴുതി വെക്കണം. വീടിന്റെ മുകളിലേക്ക് കയറുമ്പോ മുന്നിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഹാദാ മിൻ ഫളില്ലാഹ്. നല്ല ബഹുമാനത്തോടെ ഫ്രെയിം ചെയ്ത് എഴുതി വെച്ചതാണ്, നല്ലത് തന്നെ. എന്നാൽ നിന്റെ വാഹനത്തിന് പുറത്തോ ഖുർആനിന്റെ വചനങ്ങൾ വരെ എഴുതി വെക്കുന്ന ആളുകളുണ്ടോ? ആയത്തുൽ കുർസി സുബ്ഹാനല്ലാഹ് വാഹനത്തിന്റെ പിന്നിൽ എഴുതി വെച്ച ആളുകളെ കാണാം. മോനെ, ഖുർആനിലെ വുളുവില്ലാതെ തൊടാൻ പറ്റുമോ? ഖുർആൻ വുളുവില്ലാതെ തൊടാൻ പറ്റുമോ? ഖുർആനിലെ ആയത്ത് വുളുവില്ലാതെ തൊടാൻ പറ്റുമോ? ആ ആയത്തല്ലേ നീ പൊടിപടലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോ അതിൽ നിറയെ പൊടി പടരുകയാണ്, അതുപോലെ പക്ഷി കാഷ്ടിക്കുകയാണ്, അതുപോലെ നെജസാവുകയാണ്. ഇതിനെല്ലാം കാരണം നീ അവിടെ എഴുതി വെച്ചതല്ലേ? അതുകൊണ്ട് ആ സ്വഭാവം മാറ്റണം കേട്ടോ. സാന്ദർഭികമായി മുഅ്മിനീങ്ങളോട് ഉണർത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല